ടാസ്കിൻ്റെ ആദ്യത്തെ ദിവസത്തിലെ രണ്ടാം ഘട്ട ടാസ്ക്കാണ് ഇന്ന് നടന്നത്, അല്പസമയം മുമ്പ് നടന്നത്. ഈ ടാസ്ക് റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു പുതിയ ടാസ്കുമായിട്ട് ബിഗ് ബോസ് വരണം. ഇതിനുള്ള പവർ കിട്ടിയിരിക്കുന്നത് അക്ബറിനെയും. ഒന്നാം സ്ഥാനത്തുള്ള ആര്യനെ പിന്നിലാക്കാനുള്ള അക്ബറിൻ്റെ മൈൻഡ് ഗെയിം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീക്ക്ലി ടാസ്കിൻ്റെ ആദ്യ ദിവസത്തെ ടാസ്ക്കാണ് അല്പസമയം മുമ്പ് കഴിഞ്ഞത്. 2 ടാസ്ക് ഇന്ന് കഴിഞ്ഞു, 3 ടാസ്ക് വീതം ഉണ്ടാകും. രണ്ടാമത്തെ റൗണ്ട് റദ്ദാക്കിയിരിക്കുകയാണ്. അതിനുള്ള പവർ അക്ബറിനാണ് കിട്ടിയിരിക്കുന്നത്. ബ്ലാക്ക് ബോൾ കിട്ടുന്ന ആൾക്ക് റീമാച്ചിനുള്ള പവർ കിട്ടുകയാണെങ്കിൽ അക്ബർ എല്ലാവരുടെയും ബോൾ എടുത്ത് നോക്കി അതിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ ഉള്ളത് ആര്യനാണ്. ഓൾറെഡി ആര്യന് 10-36 ബോൾ പോയിന്റ് ഉണ്ട്. ബോൾ ആവുമ്പോൾ ആര്യനെ പിടിച്ചാൽ കിട്ടില്ല. രണ്ടാം സ്ഥാനത്ത് അക്ബറാണ് നിൽക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അക്ബർ അത് തന്നെ തീരുമാനിക്കുക. റീമാച്ച് എങ്ങനെയെങ്കിലും ആര്യനെ പിന്നിലാക്കി അക്ബർ ഒന്നാമതാവണമെന്ന് തന്നെയാണ് അക്ബറിന്റെ ലക്ഷ്യം. അതിന് റീമാച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടിൽ ഒരു കളിച്ചത് ഓടിയതെല്ലാം വെറുതെ ആയിരിക്കുന്നു. അങ്ങനെ 7ന്റെ പണിയുമായി ബിഗ് ബോസ് ബ്ലാക്ക് ബോളിൽ റീമാച്ച് പവറുമായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിൽ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ഒരു ടാസ്കിൽ വിജയിക്കുന്നവർ അത് ആരായിക്കോട്ടെ, അവർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ പ്രത്യേക ആനുകൂല്യം അങ്ങനെ എന്തോ സംതിങ് ബിഗ് ബോസ് വെക്കുന്നുണ്ട്. ടിക്കറ്റ് ടു ഫിനാലേക്ക് ഒരു പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആർക്കാ കിട്ടുക എന്നുള്ളത്. ഇതിൽ ബിഗ് ബോസ് മോഷ്ടിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവരതിന് ട്രൈ ചെയ്യുന്നില്ല. ആരൊക്കെയോ അറിയാതെ അനുമോളുടെ ഒരു ബോളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അനുമോളത് ഓരോരുത്തർ ചോദിക്കുകയും ചെയ്തു. എടുത്തിട്ട് പോകാം നമുക്ക്. അതാണ് ഈ ഒരു ടാസ്ക്. ആ ടാസ്കിൽ ബിഗ് ബോസ് എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൗണ്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് കാര്യമില്ല എന്ന്. കൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ എടുത്തൂടെ? എന്താ ഇവർക്ക് മനസ്സിലായിട്ടാണോ അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണോ എന്താ, അല്ലെങ്കിൽ എല്ലാ ടാസ്കും കുളമാക്കുന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇത് കുളമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഈ ഗെയിമിലുള്ള ഒരു സ്ട്രാറ്റജി, ഒരു ടാസ്ക് വായിക്കുമ്പോൾ ഏതൊരു ഗെയിമിലും അതിൻ്റെതായ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവുമല്ലോ. നമുക്ക് വിന്നർ ആവാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അപ്പുറത്തൊരു ബോളൊക്കെ എടുത്ത് ഇപ്പുറത്ത് ഇടാം. അത് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ, കാണാതെ ഇടാലോ. എന്താ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. പക്ഷെ അനുമോളുടെ ബോൾ ആരും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ യെല്ലോ ബോൾ എവിടെയെന്ന് ചോദിച്ചാൽ അനു അവിടെയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ആ ഗെയിം റദ്ദാക്കിയോണ്ട് പിന്നെ വലിയ പ്രശ്നത്തിലേക്കൊന്നും പോയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇടി ഉണ്ടായാനെ. അടുത്ത ടാസ്ക് വരും, നമുക്ക് നോക്കാം അടുത്ത ടാസ്കിൽ എന്ത് പണിയും മാറ്റാണ് ബിഗ് ബോസ് വരുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.